ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. 9:00 മമ്മൂക്കയുടെ ബ്രഹ്മയുഗം ന്യൂ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ സ്ട്രൈറ്റ് ടു തിയേറ്റർ. വെൽക്കം ടു മൈ ചാനൽ അസൽ മലയാളി, ചുമ്മാ ഒരു വീഡിയോ. സോ ഇനി ശേഷം സ്ക്രീനിൽ രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ആൻഡ് വൈനോട്ട് സ്റ്റുഡിയോ, വൈനോട്ട് എന്നാണ് പ്രൊണൗൺസ് ചെയ്യണമെന്ന് അറിയില്ല, YNOT എന്നാണ് എഴുതുന്നത്, സ്റ്റുഡിയോസും കൂടി പ്രൊഡ്യൂസ് ചെയ്ത ബ്രഹ്മയുഗം. മമ്മൂട്ടി, സിദ്ധാർത്ഥ്, ഭരതൻ, അർജുൻ അശോകൻ ഇവരൊക്കെ മത്സരിച്ച് അഭിനയിച്ചു എന്ന് തന്നെ പറയാം. അഭിനയിച്ച ബ്രഹ്മയുഗം എൻ്റെ പൊന്നോ, അടിപൊളി പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല മൂവി. ആകപ്പാടെ 5 ക്യാരക്ടറേ ആ പടത്തിലുള്ളൂ. 5 ക്യാരക്ടർ വെച്ചിട്ട് ഈ 2-2.5 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ അഭിനയിച്ചവരുടെയും ആ സിനിമയിൽ പ്രവർത്തിച്ചവരുടെയും ബ്രില്യൻസ് ഹാൻഡ്സ് ഓഫ്. സത്യം. പിന്നെ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഫുൾ പടം തുടക്കം മുതൽ അവസാനം വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഞാനിവിടെ നിന്ന് ആക്ച്വലി കൺഫ്യൂസ് ആയിട്ടാണ് പോയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത്രയും നേരം നമ്മൾ എങ്ങനെ കണ്ടിരിക്കും എന്നൊക്കെ ഉള്ളത്. ഓഫ്കോഴ്സ് നമ്മുടെ ജനറേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ തിയേറ്ററിൽ കണ്ട് ശീലിച്ചിട്ടില്ല. സോ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായി, എങ്ങനെ ഇത് കണ്ടോണ്ടിരിക്കും എന്നുള്ളത്. പക്ഷേ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ അങ്ങനെ ബാധിക്കുന്ന ഒരു കൺസേണേ അല്ല. അതൊന്നും നമ്മൾ ചിന്തിക്കത്ത പോലുമില്ല. അതുമാതിരിയാണ് പടം കൊണ്ടുപോകുന്നത്. ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അഭിനയം, എന്താ പെർഫോമൻസ്! എല്ലാവരും, മമ്മൂക്കയാണെങ്കിലും അർജുൻ അശോകനാണെങ്കിലും സിദ്ധാർത്ഥ് ഭരതൻ തകർത്തിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഫസ്റ്റ് ഹാഫ് കുറച്ച് എനിക്ക്, പക്ഷെ ചെറിയൊരു ലാഗ് ഉണ്ടേ. പക്ഷെ ആ ലാഗ് അത് ആവശ്യമാണെന്ന് തോന്നി ആ പടത്തിന്. അതിനും വീണ്ടും സെക്കൻഡ് ഹാഫിലുണ്ട്. സോ തിയേറ്റർ വാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് തിയേറ്റർ വാച്ചാണ്. മസ്റ്റായിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അത്രേ ഉള്ളൂ. ഗംഭീര പടം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.